ടു ആതിര അക്കൗണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NTPC ഗ്രാജുവേറ്റ് ലെവൽ CBT 1 ജൂൺ 5 നടന്ന ഫസ്റ്റ് 6 എക്സാം ബേസ് ചെയ്തിട്ടുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അൺടിൽ ഫിനിഷിംഗ് യുവർ എക്സാം നമ്മൾ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സീ ദ ക്വസ്റ്റ്യൻ ഹിയർ, ദ ലാർജർ ഓഫ് 2 സപ്ലിമെൻ്ററി ആംഗിൾ ഇസ് 28 മോർ ദാൻ ദ സ്മോളർ വൺ, ഫൈൻഡ് ദ സ്മോളർ വൺ എന്ന് പറഞ്ഞു. അപ്പോൾ 2 സപ്ലിമെൻ്ററി ആംഗിളിൻ്റെ സം ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ആയിരിക്കും. സോ 2x equal to 152. So x value will be equal to 76. അവർ സ്മോളർ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. സോ 76 ഡിഗ്രി എന്ന് വരും. ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂബിക് റൂട്ട് ഓഫ് 5832, അതായത് ഇതെന്ന് പറയുന്നത് 80ൻ്റെ ക്യൂബിക് റൂട്ട് ആയിരിക്കും. ഡിവൈഡഡ് ബൈ 4th റൂട്ട് ഓഫ് 10,000 പറഞ്ഞാൽ ഇവിടെ എത്ര? 10 ഇൻറ്റു 5/24 ഇൻറ്റു 78. സി സിംപ്ലിഫിക്കേഷൻ എന്നും റെയിൽവേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. കുറച്ച് കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് ആയിരിക്കും, അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, 39 ഇൻറ്റു 3 117 ഡിവൈഡഡ് ബൈ 4 2 4 8 30 2 9. ഓക്കെ, പോയിന്റ്. അപ്പോൾ ഒരു ഓപ്ഷനിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, 29.5 എഴുതി. ഇനി നെക്സ്റ്റ് വൺ, ഇഫ് സാലിഡ് സാലറി വാസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ബൈ 15%, ആദ്യം 15 ആയിട്ട് കുറഞ്ഞു, ദെൻ റൈസ്ഡ് ബൈ 10%, ഫൈനൽ വാട്ട് പെർസെൻറ്റേജ് ലോവർ. അപ്പോൾ ഇത് സക്സസീവിൽ ഇട്ടിട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. A+B - AB/100. ഓക്കെ, ആദ്യം ഡിക്രീസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. സോ എത്രയായിരിക്കും വരിക? -5 -1.5. സോ -6.5%, അതായത് ലെസ് എന്നാണ് വരിക. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇഫ് 260 is the mean proportional between x and 338, what is the value of x? So mean proportional എന്ന് പറയുമ്പോൾ B² = AC ആണ്. സോ 260 × 260 = x × 338 എന്ന് വരും. സോ 13ൽ പോയാൽ ഇവിടെ 20, ഇവിടെ 13ൽ പോയാൽ എത്രയാണ് നമുക്ക് വരിക? 13 എന്ന് വരും. എഗെയിൻ 13ൽ പോയാൽ 10. സോ x വാല്യൂ വിൽ ബി ഈക്വൽ ടു 200 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, a class of 30 students appeared in a test. See, average score of 12 students is 60. അപ്പോൾ 30 പേരിൽ ആദ്യത്തെ 12 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 60 ആണ്. സോ ടോട്ടലി 720. റിമൈനിങ് എത്ര സ്റ്റുഡൻസ്? 18 ആണ്. അവരുടെ ആവറേജ് 62 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര വരും? 62 × 2 1240 -124 അല്ലേ? 61116. സോ ടോട്ടൽ 1116 എന്ന് പറയുമ്പോൾ 638. ഓക്കെ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് എൻറ്റയർ ക്ലാസ് ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുമ്പോൾ 6 3s are 180, 36 എന്ന് വരും 1, ദെൻ 6 എന്ന് പറയുമ്പോൾ 0.2. ഓക്കെ, സി 61.2. ഇത് 30 സെക്കൻഡ്സിനേക്കാളും അധികമായി. അപ്പോൾ ലിറ്റിൽ ബിറ്റ് കാൽക്കുലേഷൻ ഉണ്ട് എന്നർത്ഥം. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ വെൻ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദാറ്റ് ഫോളോസ്. സി ഈ വെൻ ഡയഗ്രാമത്തിൽ നമുക്ക് ഷെഫും ടീച്ചറും ലോയറിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ നമ്പേഴ്സ് ഇൻ ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. ഹൗ മെനി ഷെഫ് ആർ ദർ ഹു ആർ ഓൾസോ ടീച്ചേഴ്സ് ബട്ട് നോട്ട് ലോയേഴ്സ്? ദ ഷെഫ് ഹു ആർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കി, ഈ 9 എന്ന് പറയുന്നത് ഷെഫിലും ഉണ്ട് ടീച്ചേഴ്സിലുണ്ട്, ബട്ട് ഈ ലോയറിലുണ്ടോ? ഇല്ല. അപ്പം 9 ആയിരിക്കും. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, average of first 14 whole number. See, first 14 whole number എന്ന് പറഞ്ഞാൽ ദാറ്റ് നമ്പർ ഇൻക്ലൂഡ് 0 to 14 ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ n-1/2 എന്ന് ചെയ്യുക. ദാറ്റ് ഈക്വൽ ടു 13/2 എത്രയാ? 6.5. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ദാറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. നമുക്ക് നാച്ചുറൽ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ n+1/2. ഓക്കെ, അതായത് 1 to 14 വരെയുള്ള നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പറിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സി, രാഹുൽസ് ഏജസ് 3 times ദ ഏജ് ഓഫ് ഹിസ് ഡോട്ടർ. അപ്പോൾ ഡോട്ടറിൻ്റെ ഏജ് 1 ആണെങ്കിൽ രാഹുലിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ആഫ്റ്റർ 8 years ഹിസ് ഏജ് വിൽ ബി 5 years മോർ ദാൻ ട്വൈസ് ഓഫ് ദ ഏജ് ഓഫ് ഹിസ് ഡോട്ടർ. അപ്പോൾ 8 വർഷം കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഏജ് ഡോട്ടറിൻ്റെ ഏജിൻ്റെ ട്വൈസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 years മോർ ദാൻ ദ ട്വൈസ്. അപ്പോൾ ഇത് 1 ആണെങ്കിൽ രാഹുലിൻ്റെ ഏജ് ഇവിടെ 2 ആണ്. സി, അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കിയേ, വേർട്ടിക്കൽ ഡിഫറൻസ്, അതായത് ഇവിടെ 1ഉം ഇവിടെ എത്രയായിരിക്കും വരിക? നമുക്ക് 2. അപ്പോൾ രണ്ടിനെയും ഈക്വൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് 1 × 2ഉം സെക്കൻഡ് 1 × 3ഉം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഈ 1 × 3 എത്ര ഇവിടെ വരിക? 3. ദെൻ 1 × 1 1, ദെൻ 2 × 2 4, ദെൻ 2 × 1 2,
ഓക്കെ, ഇനിയിപ്പോൾ വേർട്ടിക്കൽ ഡിഫറൻസ് സെയിം ആയില്ലേ, ഇവിടെ 2 ഇവിടെ 2. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് ആണ് 8 ഇയേഴ്സ് ആഫ്റ്റർ their age will be 5 years more. അതായത് മൊത്തം അവരുടെ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ എത്ര വർഷം വന്നു? 13 വർഷം വന്നു. ഒരിക്കലും 8 എന്ന് മാത്രം കൺസിഡർ ചെയ്യരുത്. ആഫ്റ്റർ 8 ഇയേഴ്സ് പറഞ്ഞാൽ പെർസെൻറ്റേജിൻ്റെ കൂടെ 8 വർഷം കഴിഞ്ഞു, എന്നിട്ടും അവർ തമ്മിൽ 5 വർഷം വ്യത്യാസമുണ്ട്. സോ 1 യൂണിറ്റ് ആണ് 13 ഇയേഴ്സ് എന്ന് വരിക. ഓക്കെ, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് രാഹുൽ. അപ്പോൾ ഇതാണ് രാഹുലിൻ്റെ പെർസെൻറ്റേജ്. 13 × 3 എന്ന് പറഞ്ഞാൽ 39 എന്ന് വരും. ഗോട്ട് ഇറ്റ്. സി, നമ്മൾ റേഷ്യോ ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരിക്കലും പഴയ റേഷ്യോ ആയിട്ട് എടുക്കരുത്. കാരണം ഇവിടെ ചിലപ്പോൾ 4:2 പകരം നിങ്ങൾ 2:1 എന്ന് എടുക്കാം. അത് റോങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് 30 സെക്കൻഡ്സിനേക്കാളും എബോവ് ആയി. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. വരുൺ ആൻഡ് ആശിഷ് ടുഗെദർ ക്യാൻ പെയിൻറ്റ് എ ഹാൾ ഇൻ 3 days. അപ്പോൾ വിയും എയും ടുഗെദർ 3 days എടുത്തു ടൈം എന്ന് പറയുന്നത്. വരുൺ എലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 7 days. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ ടോട്ടൽ വർക്ക് കാണുകയാണ്. LCM ഓഫ് 3 and 7. സോ എത്രയായിരിക്കും വരിക? 21. ദെൻ എഫിഷ്യൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുക. 21 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആൻഡ് 21 ഡിവൈഡഡ് ബൈ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ അരുൺ എത്ര ആയിരിക്കും? അരുണിൻ്റെ എഫിഷ്യൻസി 7 - 3 ദാറ്റ് ഈക്വൽ ടു 4 ആണ് കിട്ടുക. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് ആശിഷ് ക്യാൻ പെയിൻറ്റ് 4 such walls? ഒരു ഹാള് പെയിൻറ്റ് ചെയ്യാൻ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 21 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ഹാളാണെങ്കിൽ ഇതുപോലത്തെ എത്രയായിരിക്കും ടോട്ടൽ വർക്ക്? 21 × 4. ആശിഷ് ചെയ്യണമെങ്കിൽ ആശിഷിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്. ദാറ്റ് ഈക്വൽ ടു 21. ആക്ച്വലി ഇത് ഈസിയാണ്. നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ കുറച്ച് 36 സെക്കൻഡിനേക്കാളും കൂടുതലായിരുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. See, Ishwar covers 721 km in a boat in 42 hours upstream and 15 hours downstream. Find the speed of the stream. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്, ടൈം തന്നിട്ടുണ്ടെങ്കിൽ ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്പീഡ് എന്ന് വരും. അപ്സ്ട്രീം ടൈമും ഡൗൺ സ്ട്രീം ടൈമും നമുക്ക് എത്രയെന്ന് തന്നിട്ടുണ്ട്? 42ഉം 52ഉം തന്നിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ 15ഉം 42ഉം വരും. ഓക്കെ, ഇത് നമുക്ക് LCM എടുത്തിട്ട് ചെയ്യാം, റേഷ്യോ എടുത്തിട്ട് ചെയ്യാം. ബട്ട് കുറച്ച് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് കുറച്ച് കറക്റ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ആയി പോകുന്ന നമ്പേഴ്സ് അല്ല. 721 നോക്കി, ഇത് 3ൽ എന്തായാലും ഡിവിസിബിൾ ആയി പോകുന്ന നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഡയറക്റ്റ്ലി ഇവർ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ് അല്ലേ. സ്പീഡ് ഓഫ് ദ സ്ട്രീം കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് ദ ഡിസ്റ്റൻസ് ടൈം കവേർഡ് ഡൗൺ സ്ട്രീം മൈനസ് ഇൻവേഴ്സ് ഓഫ് ദ ടൈം കവേർഡ് അപ്പ് സ്ട്രീം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് 721 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ബൈ എത്രയാണ് അപ്പ് സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത്? 42 മൈനസ് 1 ബൈ 15 ആണ്. കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, ബട്ട് എന്നാലും ഈസിയാണ്. ഓക്കെ, 721 ബൈ 2ന് ഞാൻ 720 എന്ന് എടുക്കാം. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ എത്ര വരും? 360 എന്ന് വരില്ലേ? 360 ഇൻറ്റു 42 മൈനസ് 15 എത്രയാണ്? 27 ഡിവൈഡഡ് ബൈ 42 ഇൻറ്റു 15. സി, ഇത് 9ൽ ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ 3 എന്ന് വരും. ഇവിടെ 9 അല്ല, 3ൽ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ 9 എന്നും ഇവിടെ 3ൽ പോയാൽ 5 എന്നും വരും. ഗോട്ട് ഇറ്റ്. എഗെയിൻ ഇതിൽ 3ൽ പോയാൽ 3ഉം 14 എന്ന് വരും. ഇവിടെ എത്രയായിരിക്കും വരിക? നമുക്ക് 5ൽ ക്യാൻസൽ ചെയ്ത് പോയാൽ 72. ഓക്കെ, സോ 72 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6, 216 എന്ന് വരും. 216 ഡിവൈഡഡ് ബൈ 14. സോ 1 ആണ്, 14 എന്ന് വരും. 76. സോ 5, 70. സോ 15. ഓപ്ഷനകത്ത് 1 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. 6 ആണെന്നുണ്ടെങ്കിൽ നോക്കി 0.4 എന്ന് പറയുമ്പോൾ നമുക്ക് 56 എന്ന് വരും. അങ്ങനെ ഗോസ് ഓൺ ആവും. ഗോട്ട് ഇറ്റ്. സോ ഇതും ലിറ്റിൽ ബിറ്റ് കാൽക്കുലേഷൻ ആണ്. ഒന്നില്ലെങ്കിൽ ഈ മെത്തേഡ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളിപ്പോൾ റേഷ്യോ കണ്ടുപിടിച്ച പോലെ 15:42 എന്ന് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 3ൽ ക്യാൻസൽ ചെയ്ത് പോയി എന്ന് വെച്ചാൽ നമുക്ക് 5:14 എന്ന് വരും. അപ്പോൾ അപ്പ് സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം ഡിവൈഡഡ് ബൈ 2 അല്ലേ സ്പീഡ് ഓഫ് ദി ബോട്ട് എന്ന് പറയുന്നത്? 19/2. സ്പീഡ് ഓഫ് ദി സ്ട്രീം ആണെങ്കിലോ 9/2. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ 19:9 എന്ന് വരും. ഗോട്ട് ഇറ്റ്. ഇനി എഗെയിൻ
എഗെയിൻ എന്ത് ചെയ്യണം, നമുക്ക് സ്പീഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് കാണണം. സ്പീഡ് ഇൻറ്റു ടൈം ആണ് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് വരിക അല്ലേ. അപ്പോൾ സ്പീഡ് അറിയാം നമുക്ക്, കറക്റ്റ് എക്സാക്റ്റ് റേഷ്യോ 40, ടൈം നമുക്ക് 42 ആണ്. സ്പീഡ് എത്രയായിരിക്കും എന്നറിയാം, ഇത് 15 പറയുമ്പോൾ ഇവിടെ ഇൻറ്റു 5 ആയിരിക്കും, അല്ല ഇൻറ്റു 3 ആയിരിക്കും റേഷ്യോസ് വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ദാറ്റ് ഈക്വൽ ടു 721 എങ്കിൽ 9 യൂണിറ്റ് എത്ര, വീണ്ടും അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ റേഷ്യോ സ്കിപ്പ് ചെയ്തത്. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. Kiran spent 45% of his income and if he saves in rupees 66,000 then what is the total income? അപ്പോൾ 66,000 എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. അതപ്പോൾ എത്രയായിരിക്കും, 55% ആയിരിക്കില്ലേ കിട്ടിയ ഇൻകത്തിൻ്റെ. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് 100% ആണ്. 11ൽ പോയാൽ ഇവിടെ 5ഉം ഇവിടെ 6ഉം വരും, 12. സോ 1,20,000 ആണ് മന്ത്ലി ഇൻകം വരുന്നത്. ഗോട്ട് ഇറ്റ്. ടോട്ടൽ ഇൻകം വരുന്നത്. ഇനി അടുത്തത്, ഇത് ശ്രദ്ധിച്ച് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, ബട്ട് സിമ്പിളാണ്. എ ഡീലർ സെൽസ് 2 ഡയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹63,000 per dryer. On one, he earns a profit of 5% and other he loses 30%. What is his loss percentage in the whole transaction? അതായത് ശ്രദ്ധിച്ച് 2 ഡയേഴ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു പെർ ഡയർ. അതിനർത്ഥം ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 63,000ഉം അതുപോലെ വേറെ സെല്ലിംഗ് എന്ന് പറയുന്നത് 63,000 ആണ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്ട്ലി നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ഡയേഴ്സ് ആർ സെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ വാല്യൂ കൺസിഡർ ചെയ്യാതെ ഞാൻ കോസ്റ്റ് പ്രൈസിനെ 100 ആയിട്ട് എടുത്തു. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 5% പ്രോഫിറ്റ് എന്നല്ലേ, ഒന്നില്ലെങ്കിൽ 100 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂ. സോ ഇപ്പോൾ ഫ്രാക്ഷണൽ വാല്യൂ എടുക്കുകയാണെങ്കിൽ 5/100 ദാറ്റ് ഈക്വൽ ടു എത്രയാണ് വരിക, 1/20 എന്ന് വരും. ഗോട്ട് ഇറ്റ്. അതുപോലെ തന്നെ 30% ലോസ് എന്ന് പറയുമ്പോൾ 30/100 വിച്ച് ഇസ് ഈക്വൽ ടു 3/10 എന്ന് വരും. ഞാനിപ്പോൾ 100 യൂണിറ്റിൻ്റെ പകരം ഫ്രാക്ഷണൽ യൂണിറ്റാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 20യും പ്രോഫിറ്റ് പറയുമ്പോൾ 20 + 1, ഇവിടെ സെല്ലിംഗ് പ്രൈസ് 21 എന്ന് വരും. ഇനി അടുത്ത കേസ് ഏതാ, 10 ആണ്. ഇത് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ 10ഉം ഇവിടെ -3യും പറഞ്ഞാൽ ലോസ് എന്ന് പറയുന്നത് 7 യൂണിറ്റ് ആണ്. നമുക്കൊരു കാര്യം അറിയാം, സെല്ലിംഗ് പ്രൈസ് റിമൈൻസ് കോൺസ്റ്റന്റ് ആണെന്ന് അല്ലേ ഈ കേസിൽ. പക്ഷേ ഇൻഡയറക്റ്റ് ആണ്, നമുക്ക് മനസ്സിലാക്കണം. സോ 7 × 3 എന്ന് ചെയ്തു. അപ്പോൾ 20യും 21 യൂണിറ്റും അതുപോലെ ഇവിടെ 30യും 21 യൂണിറ്റും കിട്ടും. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ഹിസ് ലോസ് പെർസെൻറ്റേജ് ഇൻ ദ ഹോൾ ട്രാൻസാക്ഷൻ. അപ്പോൾ ടോട്ടൽ CP 50, ടോട്ടൽ SP എന്ന് പറയുന്നത് 42. അപ്പോൾ എത്രയാണ് ലോസ് സംഭവിച്ചിരിക്കുക, 8 ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ എപ്പോഴും നമ്മൾ എന്തെന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്, കോസ്റ്റ് പ്രൈസ് എന്നാണ്. സോ 8/50 × 100 വിച്ച് ഇസ് ഈക്വൽ ടു 16%. അപ്പോൾ ആ ലോസ് ഉണ്ടായത് എത്രയാണ്, ടോട്ടലി 16% ആണ്. ഒരിക്കലും നിങ്ങൾ 63,000 × 105/100 63,105 ആണെങ്കിൽ 100 എത്ര, എഗൈൻ അങ്ങനെ ഒന്നും വെച്ച് കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യരുത്. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് മാക്സിമം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 100 എടുക്കാം. ഇപ്പോൾ 100 എടുത്താൽ പ്രോഫിറ്റ് 105 എന്ന് വരും. അങ്ങനെയാണ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ ചെയ്തു എന്ന് മാത്രം. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years at 16% per annum തന്നിട്ടുണ്ട്. 797 ആണെന്ന്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ. ഇവിടെ എപ്പോഴും നമുക്ക് ഒരു ഫോമുല ഉണ്ട്. ഫോമുല ആയിട്ടൊന്നും സെക്കൻഡ് ഇയറിൽ കാണുമ്പോൾ ചെയ്യാൻ നിൽക്കരുത്. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 797 × 100 തന്നിരിക്കുന്ന റേറ്റ് പെർസെൻറ്റേജ് × 100 തന്നിരിക്കുന്ന റേറ്റ് പെർസെൻറ്റേജ്. അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുക, 16/100 എന്ന് എടുക്കില്ലേ, ഇത് തിരിച്ച് റെസിപ്രോക്കൽ ഓഫ് ദ റേറ്റ് പെർസെൻറ്റേജ് എടുത്ത് ചെയ്യാം. ഇത് ചെയ്താൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യും, പ്രിൻസിപ്പലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, ഇവിടെ 797 പകരം നമുക്ക് 800 - 3 എന്ന് എടുക്കാം. 800 - 3 × 100 × 100 ഇവിടെ എത്രയാണ് വരിക നോക്കിയേ, 50, ഇവിടെ 8, എഗെയിൻ ഇവിടെ 25, ഇവിടെ 4. ഓക്കെ, സോ 25 × 25 625 / 60 എന്ന് വരും. കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ. സോ 800 × 625 / 16ഉം 3 × 625 /
എത്രയെന്ന് വരും 16 വരും. ഇങ്ങനെയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ നമുക്ക് ചെയ്യാം. അപ്പോൾ 800 16 ക്യാൻസൽ ചെയ്ത് പോവില്ലേ ഈസി ആയിട്ട്? എത്ര ടൈംസ് പോവും? ഇത് നോക്കിയേ, 4 പോയാൽ ഇവിടെ 4 200, സോ ഇവിടെ 50 വരും. 625 31250 എന്ന് വരും. ഇനി അടുത്തത് 3 × 625. 3 × 625 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും വരിക? 5 15 വരും. 1678 1875 ഡിവൈഡഡ് ബൈ 16. ഇത് കുറച്ച് നമ്മൾ ചെയ്യാൻ വേണം അല്ലേ? സോ 1875 ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുമ്പോൾ 1 1 16 27 അഗെയിൻ 1 പോവും. 16 ദെൻ 1 15 എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് വരില്ല. സോ ഡെസിമൽ പോയിന്റ് വരാം. ഓക്കെ, 7 ടൈംസിൽ പോയാൽ നമുക്ക് 115 ആണ്. 7 പോയാൽ നമുക്ക് 112 എന്ന് വരും. 30 അഗെയിൻ 1. സോ 117.1. സോ ഇത് ചെയ്യുമ്പോൾ 31250 മൈനസ് 117.1. ഞാനിത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ എത്രയായിരിക്കും വരിക? 9 വരും. ദെൻ 9 - 1 2, ദെൻ 4 - 3 1 3. ഓൾമോസ്റ്റ് നമ്മളിവിടെ 800 എന്നുള്ള വാല്യൂ എടുത്തപ്പോൾ 31132.3 31132.9 എന്നാണ് വരിക അല്ലേ? അപ്പോൾ കുറച്ച് സിമിലർ ആയിട്ട് അടുത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏതാ? 31130. ഓപ്ഷൻ എല്ലാം ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് കൺഫ്യൂസ് ആവുന്നത്. 3113 ഉണ്ടെങ്കിൽ അതെടുക്കുക. 133 എന്നും കൂടി ഉണ്ട് അല്ലേ? 3 എബോ ആവോ? ഇല്ല, നമ്മൾ 800 ഗ്രേറ്റർ നമ്പർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേഷൻ എടുത്തത്. ഗോട്ട് ഇറ്റ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും സിംപ്ലിഫിക്കേഷൻ ആണ്. ഇവിടെ സിംപ്ലിഫിക്കേഷൻ തന്നിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സ് എല്ലാം കോമൺ ആക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം. അപ്പം ഞാനിവിടെ 16 എടുത്തു. 16 എടുക്കണമെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഇൻറ്റു 2 ചെയ്യണ്ടേ? അപ്പോൾ 6 + 2 + 5 പ്ലസ് എത്ര വരും? 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ 10 17/16 -2. അപ്പോൾ എത്രയാണ് വരിക? 32 - 17 5. സോ 15/16 എന്ന് വരും. മൈനസ് വാല്യൂ ആണ്, അത് കൺസിഡർ ചെയ്യുക. ഗോട്ട് ഇറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If x is added to each 30, 15, 21 and 11, the numbers so obtained are in proportion. If 6x is to y is to 3x minus 9 and y is greater than 0, find the value of 0. ഇതേ 30 seconds ഒന്നല്ല, ഒരു ഏകദേശം നമുക്ക് ഒരു 1 minute എബോ എടുക്കും. ബിക്കോസ് ഇത് കറക്റ്റ് നമുക്ക് ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ ഇറ്റ്. ഇപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ നമ്പേഴ്സിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒപ്റ്റെയിൻഡ് നമ്പർ ഒരു പ്രപ്പോർഷനിലാവും. അപ്പോൾ എത്ര നമ്പറാണ് നമുക്ക് ആഡ് ചെയ്യുന്ന അറിയില്ല. ലെറ്റ് ദാറ്റ് നമ്പർ ബി എക്സ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 30 + x ഡിവൈഡഡ് ബൈ 15 + x എസിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെയല്ലേ എടുക്കുക? 21 + x ഡിവൈഡഡ് ബൈ 11 + x എന്നെടുത്തു. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? 30 + x ഇൻറ്റു 11 + x ഈക്വൽ ടു 21 + x ഇൻറ്റു 15 + x. അതായത് നമ്മൾ പ്രപ്പോർഷനിൽ എടുക്കുമ്പോൾ A/B/C/D എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? A/D = B/C എന്ന് വരും അല്ലേ? അതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി എങ്ങനെ എടുക്കുക നോക്കിയേ. 30 + x ഇൻറ്റു 11 + x. അപ്പോൾ ആദ്യം 30 × 11 ചെയ്യാം. 330 + 30x + 11x + x² ഈക്വൽ ടു 21 × 15 എന്ന് പറയുമ്പോൾ നമുക്ക് 300 + 15 315 + 21x + 15x + x². അപ്പോൾ x² ക്യാൻസൽ ചെയ്തു. 30 + 11 പറയുമ്പോൾ എത്രയാണ്? 41x ഇവിടെ 330. ഓക്കെ, ഈക്വൽ ടു 315 പ്ലസ് ഇവിടെ എത്രയാണ്? 36x. സോ എക്സ് ടേംസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ 5x ഈക്വൽ ടു 315 -
330 പറയുമ്പോൾ എത്രയാണ് വരിക? -15 എന്ന് വരും. സോ എക്സ് വാല്യൂ ഈക്വൽ ടു -3. എക്സ് വാല്യൂ എന്ന് പറയുന്നത് -3 എന്ന് കിട്ടി. ഇവിടെ പ്രപ്പോർഷൻ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. 6x y is to 3x -9 എന്ന് അല്ലേ. സോ 6 × -3 എത്രയാ? -18 is to y is to 3x × 9 എന്നാണ്. അപ്പോൾ 3 × -3 എത്രയാ? -9. -9 × -9 എത്രയായിരിക്കും വരിക? -9 ഇൻറ്റു അല്ല, -9 ദാറ്റ് ഈക്വൽ ടു -18 എന്ന് വരും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രപ്പോർഷൻ? -18 ഡിവൈഡഡ് ബൈ y, അതായത് a × d. ഇപ്പം നോക്കിയാൽ -18 is to y is to -18. അപ്പോൾ a × d ഈക്വൽ ടു b × c ആണ് അല്ലേ. അതാണ് നമ്മളിവിടെ എഴുതുന്നത്. -18 ബൈ y ഈക്വൽ ടു y ബൈ -18 എന്ന് വരും. സോ y വാല്യൂ വിൽ ബി ഈക്വൽ ടു y² ഈക്വൽ ടു √18 × -80. സോ y വാല്യൂ എന്താണ്? 18 എന്ന് വരും. സോ ദ y is greater than 0. സി, ഇത് കുറച്ച് കാൽക്കുലേഷൻ ആണ്, എങ്കിലും കൺസെപ്റ്റ് അറിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഇൻ എ ക്വാഡ്രിലാറ്ററൽ ABCD, ABS ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡ്സ് ആണ് ഉള്ളത് അല്ലേ. അത് ഏതൊരു ഫിഗറിനെയും നമ്മൾ ക്വാഡ്രിലാറ്ററൽ ഫിഗർ എന്ന് പറയും. ABCD AB is given as 17 cm, BC is given as 6 cm, CD is given as 9 cm, and AD is given as 12 cm, and AC equal to 15 cm ആണ്. AC equal to 15 cm എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് എന്താ? ഡയഗണൽ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ എല്ലാ വാല്യൂസും നമ്മുടെ ട്രിപ്ലെറ്റ്സ് ആണോ എന്നൊന്ന് ജസ്റ്റിഫൈ ചെയ്യുക. ട്രിപ്ലെറ്റ് ആണെങ്കിൽ നമുക്ക്, ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നിരിക്കുന്ന സൈഡ് ട്രിപ്ലെറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നല്ലേ. അപ്പോൾ ഈ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ആംഗിൾ ഏരിയയുടെ ട്രയാങ്കിൾ കണ്ടുപിടിച്ചിട്ട് 2 ട്രയാങ്കിളും കൂടി ആഡ് ചെയ്യാം. ഇവിടെ 2 ട്രയാങ്കിൾ അല്ലേ ഫോം ചെയ്തിരിക്കുന്നത്? ട്രയാങ്കിൾ ADCയും ട്രയാങ്കിൾ ABCയും അല്ലേ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2ഉം കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് 3ഉം ഡിഫറെൻറ്റ് സൈഡ്സ് ആണല്ലോ എന്ന് പറഞ്ഞ് ഹെറോൺസ് ഫോമിൽ യൂസ് ചെയ്യും. അത് റോങ് ആണ്. ഓക്കെ. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡയഗണൽ ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞ ഫോമിൽ യൂസ് ചെയ്യാം. പക്ഷെ അതിവിടെ സൈഡ്സ് കറക്റ്റാണ്, ഇതാണ് ഹൈറ്റ് എന്ന് പറഞ്ഞ് കറക്റ്റ് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഫോമിലെ ക്വാഡ്രിലാറ്ററൽ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇതൊരു ട്രിപ്ലെറ്റ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കാൻ നമുക്കറിയാം. ഇത്രയും ഇപ്പോൾ NTPC പോലെയുള്ള എക്സാംസിനൊക്കെ നമുക്ക് കുറച്ച് ട്രിപ്ലെറ്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. 3, 4, 5 ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ട്രിപ്ലെറ്റ് ആണ്. ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 5, 12, 13, 8, 15, 17, then 7, 24 and 25 ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്ലെറ്റ്സ്. സോ ഇത് നോക്കിയേ, ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എത്ര വരും? 12, 9, 15. സി അതല്ലേ തന്നിരിക്കുന്നത്. ദെൻ 8, 15, 17 ഇത് അടുത്ത ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ് എന്താ തന്നിരിക്കുന്നത്? 8ഉം 15ഉം 17ഉമാണ്. അപ്പോൾ അതും എന്തായി? ട്രിപ്ലെറ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഇസ് എ പൈത്തഗോറസ് ട്രിപ്ലെറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ആദ്യം ട്രയാങ്കിൾ ADC എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു 9 ഇൻറ്റു 12 എത്ര വരും? 6 9s 54 എന്ന് വരും. ഇൻ ട്രയാങ്കിൾ ABC എടുക്കുകയാണെങ്കിലോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 8 ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഇവിടെ 15. സോ 15 × 4 60. ടോട്ടൽ എന്ന് പറയുന്നത് 114. അപ്പോൾ 2 ട്രയാങ്കിൾ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടും 114 cm² എന്ന്. ഗോട്ട് ഇറ്റ്. ഇത് ഈസിയാണ്, കൺസെപ്റ്റോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഡയഗ്രാം വരയ്ക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് വൺ. Find the duration in years in which 1200 will amount to 2280. അപ്പോൾ ഇത് എത്രയായിട്ടാണ് കൂടുതലായിരിക്കണേ? 1080 ആയിട്ടാണ് കൂടുതലായിരിക്കുന്നത് അല്ലേ. അറ്റ് 4% per annum. ഓക്കെ. എത്ര ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ 1080 എന്ന് പറയുന്നത് 1200ൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? എത്ര പെർസെൻറ്റേജാ? 9% അല്ലേ. ഈ 9% എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു നമ്പർ ഓഫ് ഇയേഴ്സും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഇത് നോക്കിയേ, ഇവിടെ ബട്ട് ഒറിജിനലി നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് 1080, അതായത്
പ്രിൻസിപ്പൽ 1200 ആയിരുന്നു, എമൗണ്ട് എന്ന് പറയുന്നത് 2280 ആയി. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് എന്ന് പറയുന്നത് 1080 ആയിരിക്കും. സോ 1080 എന്ന് പറയുന്നത് 1800-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 90 ആണ് വരിക അല്ലേ. സോ ഓൾറെഡി ഇവിടെ 4%, ഇതിൽ നമ്പർ ഓഫ് ഇയേഴ്സും അതുപോലെ തന്നെ റേറ്റ് പെർസെൻറ്റേജും ഇൻക്ലൂഡഡ് ആണ്. സോ 4% ഓൾറെഡി തന്നതുകൊണ്ട് 90 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 2 4 8 then 10 22.5 ഇയേഴ്സ്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റേറ്റിന് പകരം നമുക്ക് നമ്പർ തന്നു എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 1 എന്ന് ചെയ്താൽ ഈ തന്നിരിക്കുന്നത് എന്താ, ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100 എന്ന് ചെയ്താൽ റേറ്റ് പെർസെൻറ്റേജ് കിട്ടും. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻട്രസ്റ്റിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയറിന് എടുത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായി കിട്ടും. ബട്ട് ഇവിടെ നമുക്ക് 1 ഇയർ എത്ര ഇയേഴ്സ് തന്നിട്ടില്ലല്ലോ, ആകെ തന്നിരിക്കുന്നത് എന്താ, റേറ്റ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയിൽ ഇട്ട് ചെയ്യാം. അതിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യേണ്ടി വരും. സിമ്പിൾ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കേണ്ടി വരും, എമൗണ്ടിൽ ഇട്ടിട്ടും കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് ഈ മെത്തേഡ് ചൂസ് ചെയ്തത്. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊരു നമ്പർ സീരീസ് ആണ്. 701 then 700, അപ്പോൾ 1 ആയിട്ട് കുറഞ്ഞു. നെക്സ്റ്റ് 697 3 ആയിട്ട് ഡിക്രീസ് ചെയ്തു. ദെൻ 692 5. അപ്പോൾ അടുത്തത് 7 ആണോ നോക്കിയേ, അതെ. അപ്പോൾ ഇനി വരുമ്പോൾ 9 അല്ലേ. 685 - 9 എന്ന് പറയുമ്പോൾ 6 എൻഡ് ചെയ്യുന്നത് ഏതാ, 676 എന്ന് വരും. ഓഡ് നമ്പർ ആയിട്ടാണ് അത് ഡിക്രീസ് ചെയ്ത് പോയിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് പറഞ്ഞു, എ വെൻഡർ ബോട്ട് ലെമൺസ് അറ്റ് 7 4 rupees 1. അതായത് 7 ലെമൺ 1 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, CP. ഓക്കെ, ഹൗ മെനി ലെമൺസ് മസ്റ്റ് ഹി സെൽ for rupees 1 to gain 75%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപൻ്റെ ലെമൺ 75% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 1.75 സെയിൽ ചെയ്തിട്ടുണ്ടാവുക. 7 ലെമൺ 1.75 ആണെങ്കിൽ എത്ര ലെമൺ ആണ് 1 rupees എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 1.75നെ 1 3/4 എഴുതിക്കൂടെ. 0.75 മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരിക, 7/1 × 4 + 3 7/4 എന്ന് വരും. അപ്പോൾ 7 ലെമൺ ആണ് 7/4. സോ എത്ര ലെമൺ ആയിരിക്കും 1 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുക, 7/4 × 1/7 എത്രയായിരിക്കും, 4 lemons. ഗോട്ട് ഇറ്റ്. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് എഗെയിൻ നമ്മൾ ആദ്യം ചെയ്തതുപോലത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്നത്. ദ ലാർജർ ഓഫ് 2 supplementary is 50 more than the smaller one. അപ്പോൾ x plus 50 = 180 ആണ്. സോ 2x = 130. എക്സ് വാല്യൂ ഈക്വൽ ടു എത്ര എന്ന് വരും, 65. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എന്താ, സ്മോളർ ആണ്. ലാർജർ ചോദിക്കുകയാണെങ്കിൽ 65 + 50 എന്ന് വരും. ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പ്രപ്പോർഷൻ ആണ് തന്നിരിക്കുന്നത്. 75:19:15:16 × x. അപ്പോൾ നമുക്ക് 7.5 × x = 19.5 എന്ന് വെച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, 7.5ഉം 19.5ഉം എന്ത് റിലേഷൻ ആണെന്ന് നോക്കാം. 0.5 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 15 വരും. ഇവിടെ എത്രയായിരിക്കും നമുക്ക് വരിക, 5 കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 3 കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 15 എന്നും 6 3s are 18 5 എന്നും വരും അല്ലേ. സോ 13/5 എന്നുള്ള റേഷ്യോ വരിക. അപ്പോൾ അതേ തന്നെ ഇവിടെ ചെയ്ത് നോക്കിയാൽ 16 × 13/5. 16 × 13/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160. 60 × 3 48. 228 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 4 21 22 പറയുമ്പോൾ 208 153. ഓക്കെ, 41.6. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, 7.5 × x = 19.5 × 16 എന്ന് ചെയ്യാം. എക്സ് വാല്യൂ = 19.5 × 16 ഡിവൈഡഡ് ബൈ 7.5. രണ്ടും സെയിം തന്നെയാണ്. ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ഇതൊരു സിംപ്ലിഫിക്കേഷൻ ആണ്. ബോട്ട്മാസ് റൂള് ഫസ്റ്റ് മനസ്സിലാക്കുക. ബോട്ട്മാസ് എന്താണ്? ആദ്യം ബ്രാക്കറ്റ്, ദെൻ ഡു ദ റിമൈനിങ്. ഓക്കെ, 17 + 6 23 ആണ്. 23 × 7 എന്ന് ചെയ്യുമ്പോൾ 7 3 is 21, 1 2 14 15 161 അല്ലേ? 161ഉം 127ഉം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 5 34 34 + 93. ഇവിടെ മൈനസ് അല്ലേ വന്നേ? പ്ലസ് ഓഫ് മൈനസ് 34ൻ്റെ കൂടെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 959 എന്ന് കിട്ടും. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സി, പൈപ്പ് എ ക്യാൻ ഫിൽ ഇൻ 18 minutes, പൈപ്പ് ബി ക്യാൻ എംപ്റ്റി ഇറ്റ് ഇൻ 20 minutes. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ടൈമാണ്. നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് അറിയണമെങ്കിൽ രണ്ടിൻ്റെ LCM എടുക്കുക, 180. സോ എഫിഷ്യൻസി എത്രയായിരിക്കും? ഇവിടെ 10ഉം 9ഉം. ഇനീഷ്യലി പൈപ്പ് എ ഈസ് ഓപ്പൺ, ആഫ്റ്റർ 6 minutes ബി ഈസ് ഓൾസോ ഓപ്പൺഡ്. അപ്പോൾ ആദ്യം 10 എഫിഷ്യൻസിയിൽ 6 മിനിറ്റ് ആരാ ചെയ്തിരിക്കുന്നത്? എ ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. സോ 60 ഫിൽ ചെയ്തു. റിമൈനിങ് 120 ഇസ് ടു ബി ഫിൽഡ് ബൈ എ ആൻഡ് ബി. എഫിഷ്യൻസി ഒന്ന് ഫില്ലിംഗ് പൈപ്പും ഒന്ന് എംപ്റ്റിങ് പൈപ്പാണ്. സോ 10 - 9 എന്ന് പറയുമ്പോൾ 1. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? 120 minutes എന്ന് വരും. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, ദ മീഡിയൻ ഓഫ് ദ ഒബ്സർവേഷൻ. മീഡിയൻ ഓഫ് ദ ഒബ്സർവേഷൻ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതണം, അതായത് ചെറുത് മുതൽ വലുത് വരെ. ഇനി ടോട്ടൽ എത്ര നമ്പേഴ്സ് ആണ് നോക്കിയത്? 1 2 3 4 5 6 7 8 9 10 11. ഓഡ് നമ്പർ ആണെങ്കിൽ തന്നിരിക്കുന്ന ഓഡ് നമ്പർ +1 / 2. സോ മീഡിയൻ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം 6th നമ്പർ ഏതാന്ന് നോക്കുക. ഇതിൽ ഫസ്റ്റ് വൺ എത്ര? 11, ദെൻ 18 ആണ് 2, ദെൻ 27, ദെൻ 30, 4th 34, 5th 6th പറയുന്നത് 35 ആയിരിക്കും. ഓക്കെ, ആൻസർ. നെക്സ്റ്റ് വൺ. The mode and median of the data set are 28.4 and 88 respectively. Using the empirical formula, find the mean of the data set. See, നമുക്കൊരു ഫോർമുല അറിയാം അല്ലേ? മോഡ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ ആണ്. ഇവിടെ എന്താ തന്നിരിക്കുന്ന? മോഡ് തന്നിട്ടുണ്ട് 28.4 ആണെന്ന്. അതുപോലെ തന്നെ മീഡിയൻ തന്നിട്ടുണ്ട് 3 × 88. സോ മീൻ കാണണമെങ്കിൽ 3 × 88 - 28.4 - 2 മീൻ ചെയ്യാം നമുക്ക് ആദ്യം. സോ 38 × 3 എത്രയാ വരിക? 4 8 8 3s 24, 264 അല്ലേ? 264 - 28.4, അപ്പോൾ 6 എന്ന് വരും. ദെൻ 3, അപ്പോൾ 5 2 3 5 / 2 117.8. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സി, ഇവിടെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് ₹517 ആണെന്ന്, വിച്ച് ഇസ് 30% above the cost price and the profit percentage. ഇവിടെ ഡയറക്റ്റ് വാല്യൂ എടുക്കണ്ട, ഫൈൻഡ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ കോസ്റ്റ് പ്രൈസിന് 100 യൂണിറ്റ് ആയിട്ട് എടുത്താൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 130 യൂണിറ്റ് ആയിരിക്കും. ദെൻ സെല്ലിംഗ് പ്രൈസ് എന്താ? 2% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ 102 അല്ലേ വരിക. സോ ഡിസ്കൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 130ൽ നിന്ന് 102 മൈനസ് ചെയ്യുക. സോ എത്ര വരും? 28. സോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ട് ബൈ 130 × 100 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 280 / 13. 1 3s 13. ദെൻ 5 150 എന്ന് വരുമ്പോൾ എത്രയായിരിക്കും വരിക നമുക്ക്? 2ൽ പോകും അല്ലേ? 26 21 point സംതിങ് വരും. കാരണം 21 എന്നുള്ളത് ഓപ്ഷൻ വന്നേ ഉള്ളൂ അല്ലേ? ഇനി 7 എന്ന് പറയുമ്പോൾ 6 21.6554 എന്ന ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂ 517 എടുത്ത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നില്ല. നമുക്ക് ഇതുപോലെ യൂണിറ്റ് വാല്യൂ എടുത്തിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാം. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു നമ്പർ സീരീസ് ആണ്. അതിൻ്റെ ലോജിക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 105 797 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 714 ആണ്. അപ്പോൾ 8. ദെൻ ഇവിടെ 89 നോക്കിയേ, ഇത് ഡിക്രീസ് ആയിട്ടാണ് വരുന്നത്. 8 വെച്ചിട്ട് കുറയുന്നുണ്ടോ? യെസ്. നെക്സ്റ്റ് 81, എഗെയിൻ 81 ആണ്. സോ 73 - 8 എത്രയായിരിക്കും വരിക? 65 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ തന്നിരിക്കുന്നത് റേഷ്യോ ഓഫ് 2 numbers is given as 5:3 and the product of LCM and HCM is given as 135.
LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എക്സ് ഇൻറ്റു വൈ ആണെന്നറിയാം. ഇവിടെ പ്രോഡക്റ്റ് നമ്പേഴ്സ് എത്രയാണെന്നറിയില്ല, അവരുടെ റേഷ്യോ അറിയാം. 5x-ഉം 3x-ഉം ദാറ്റ് ഈക്വൽ ടു 135 ആണ്. സോ 5ൽ പോയാൽ 2 27 അല്ലേ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 3. നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും അപ്പോൾ? 15-ഉം 3 9s 9-ഉമാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ എൽസിഎം എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ ഗ്രേറ്റർ നമ്പർ ആയിരിക്കും ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ. 15 കറക്റ്റ്ലി 9ൽ ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ 15 ഇൻറ്റു 2 30 ഡിവിസിബിൾ ആണോ 9ൽ? അല്ല. 15 ഇൻറ്റു 3 45 ഡിവിസിബിൾ ആണോ? അതെ. അപ്പോൾ 45 ആയിരിക്കും അതിൻ്റെ എൽസിഎം എന്ന് വരുന്നത്. HCF വന്നാൽ രണ്ടിൻ്റെയും കോമൺ. അപ്പം 5ൻ്റെയും 3ൻ്റെയും കോമൺ എന്ന് പറയുന്നത് 1, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ്? 3 അല്ലേ കോമൺ ആയിട്ട് വരിക. സോ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 എന്ന് വരും. സോ LCM എന്ന് പറയുന്നത് 45-ഉം HCF എന്ന് പറയുന്നത് 3-ഉമാണ്. അത് ചോദിച്ചിരിക്കുന്നത് എന്താ? സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് LCM ആൻഡ് HCF. സോ 1/45 പ്ലസ് 1/3 എന്ന് വരും. സോ എത്രയാ? 48 ഡിവൈഡഡ് ബൈ SC. ഇവിടെ ഇൻറ്റു 15 ചെയ്യണം, ഇങ്ങനെയും ചെയ്യാം. ഇൻറ്റു 15 ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ വാല്യൂ സെയിം ആക്കിയില്ലേ. സോ 16 ഡിവൈഡഡ് ബൈ 45 എന്ന് കിട്ടും. ഗോട്ട് ഇറ്റ്. അടുത്തത് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എ ലാഡർ ലീനിങ് എഗെയിൻസ്റ്റ് എ വാൾ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് എ ഹൊറിസോണ്ടൽ ഗ്രൗണ്ട്. ഒരു ലാഡർ ഉണ്ട്, ദാറ്റ് ഈസ് വിത്ത് ദ ഗ്രൗണ്ട്. ഇതിനെ ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ ടാൻ തീറ്റ ഈക്വൽ ടു, ഇപ്പം ഞാൻ ABC എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. ദ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ലാഡർ ഫ്രം ദ വാൾ AB 30 മീറ്റർ എന്നും BC നമുക്കറിയില്ല, ഇത് X ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ ടാൻ തീറ്റ വാട്ട് എവർ നോക്കിയാൽ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ 15/18 എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ തീറ്റ വാല്യൂ നമുക്കറിയില്ല. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് എന്നാണ്. ഇത് കണ്ടതും സ്കിപ്പ് ചെയ്യേണ്ട, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ഇവിടെ നമുക്ക് എന്തറിയാം? AB/BC ഈക്വൽ ടു 15/8 എന്ന് എടുക്കാം. ഓക്കെ, തീറ്റ വാല്യൂ എടുത്തുക. ദെൻ AB പറയുന്നത് ഇവിടെ 30 ആണ്. സോ BC ഈക്വൽ ടു 15/8 എത്ര എന്ന് വരും? BC വാല്യൂ ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ എന്ന് വരും. ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഹാസ് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 519 കിലോമീറ്റർ ഇൻ 7 hours. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 519 ആണ്. ഇഫ് ഹി കവേഴ്സ് 2/3 ഓഫ് ദിസ് ഡിസ്റ്റൻസ് ഇൻ 5/7 ടൈം. അപ്പോൾ 2/3 കവർ ചെയ്തു, റിമൈനിങ് എത്രയേ ഉള്ളൂ? 1/3 ഉള്ളൂ. സോ 519 എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ 1 യൂണിറ്റ് എത്ര വരും? 1 3s are 3 7 173. ഇത് കവർ ചെയ്യുന്നത് എത്രയാണ്? 5/7 ടൈം കഴിഞ്ഞു. സോ റിമൈനിങ് ടൈം എന്ന് പറഞ്ഞാൽ 2/7 അല്ലേ. അപ്പോൾ 2 യൂണിറ്റിൽ ചെയ്യണമെങ്കിൽ എത്രയായിരിക്കും വരിക? ഡിവൈഡഡ് ബൈ 2 86.5 എന്ന് വരും. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ലെസ് ദാൻ 30 മിനിറ്റ്സിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ മിക്സഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റഡ് വരുന്ന പാറ്റേൺസ് എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഡെയിലി നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഫുൾ വീഡിയോസ്, അതായത് ബേസിക്കിനുള്ള എല്ലാ ടൈപ്സും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ അതും കൂടെ നോക്കിയിട്ട് പോയാൽ ഏത് ഡിഫറെൻറ്റ് ടൈപ്പാണ് വരിക എന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ റീസണിങ്ങും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ മാത്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ കൈൻഡ്ലി സബ്സ്ക്രൈബ്.